നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എ സി അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ സർക്യൂട്ടിൻ്റെ ഡെറിവേഷൻ അതുപോലെ ഗ്രാഫാണ്. അപ്പോൾ ഇൻഡക്ടർ സർക്യൂട്ട് ആകുമ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഫിഗർ വരയ്ക്കുന്നു. ഇൻഡക്ടർ കൊടുത്തിട്ടുണ്ട്, കറണ്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി അതിൻ്റെ വോൾട്ടേജ് V0, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V0 സൈൻ ഒമേഗ ടി ആണ്. EMFൻ്റെ നമ്മുടെ ഇക്വേഷൻ -LdI/dt. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1ഉം 2 ആയിട്ട് അതിനെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കിർച്ചോഫിൻ്റെ ലോ അനുസരിച്ച് ബൈ കിർച്ചോഫ് ലോ നമ്മൾ സിഗ്മ V = 0 എന്ന് എടുക്കുന്നു. ഇനി നമ്മൾ EMFൻ്റെ സെക്കൻഡ് ഇക്വേഷനും കിർച്ചോഫ് റൂളിൻ്റെ, അതായത് ആ കിർച്ചോഫ് റൂളിൽ നമുക്ക് ടോട്ടൽ 0 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വോൾട്ടേജിൻ്റെ ഇക്വേഷനും എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം V0 സൈൻ ഒമേഗ ടി മൈനസ് നമ്മുടെ EMF dI/dt = നമുക്ക് എന്താണ് 0 ആണ്. ഇനി നമ്മൾ V0 സൈൻ ഒമേഗ ടി ഇവിടെ ഇടുന്നു, LdI/dt അപ്പുറം കൊണ്ടുപോകുന്നു. ഇനി അതിനുശേഷം നമുക്ക് ഇതിനകത്ത് V0/I എന്നൊരു ഫോമിലാണ് ലാസ്റ്റ് വരേണ്ടത്. V0/L എന്നുള്ള ഫോമിലാണ് ലാസ്റ്റ് വരേണ്ടത്. സോ നമ്മൾ LdI/dt = V0 സൈൻ ഒമേഗ ടി. ഇനി നമ്മൾ ഈ DA കൊണ്ടുവന്ന് അപ്പുറത്തോട്ട് ഇൻറ്റു ചെയ്ത് കൊടുക്കും. അപ്പം LdI = നമുക്ക് V0 സൈൻ ഒമേഗ ടി dt. DI മാത്രം ഇടും. അപ്പോൾ V0/L സൈൻ ഒമേഗ ടി dt നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ I = V0/L സൈൻ ഒമേഗ ടി dt. അപ്പം I = ഇത് നമ്മൾ പുറത്തെടുത്തു, ഇൻ്റഗ്രലിനകത്ത് സൈൻ ഒമേഗ ടി dt. I = V0/L ഇൻ്റഗ്രൽ ചെയ്യുക, സൈൻ ഒമേഗ ടിയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ടി. ഇനി ഒമേഗ ടിയുടെ വീണ്ടും എടുക്കുക, അപ്പോൾ ഇൻ്റഗ്രൽ ആൻഡ് ബൈ ഒമേഗ. അപ്പം I = V0/L ഇൻറ്റു ഒമേഗ L ഒമേഗ ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ടി. നമുക്കറിയാം XLൻ്റെ ഇക്വേഷനാണ് L ഒമേഗ, XCയുടെ ഇക്വേഷനാണ് 1/C ഒമേഗ. അപ്പോൾ നമുക്കിവിടെ L ഒമേഗയുടെ V0/XL എന്ന് കൊടുക്കും, ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ടി. അപ്പോൾ നമുക്കറിയാം V/R എന്നുള്ളൊരു ഫോമാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടും, I0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ I = നമ്മൾ ഓംസ് ലോ വെച്ച് എന്താണ്, V = IR, I = V/R എന്ന ഫോമിലാണ്. ഇവിടുത്തെ റെസിസ്റ്റൻ്റ് ആണ് ഈ XL എന്ന് പറയുന്നത് I0. അപ്പം മൈനസ് കോസ് ഒമേഗ ടിയെ നമുക്ക് മാറ്റി സൈൻ ഒമേഗ ടി മൈനസ് π/2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് I = I0 സൈൻ π/2 മൈനസ് ഒമേഗ ടി മൈനസ് π/2 എന്ന ഫോമിലാണ് കിട്ടുന്നത്. ഇവിടെ ഈ ഒരു നെഗറ്റീവ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇതെന്താണ്, കറണ്ട് ലാഗ് ചെയ്യുകയാണ് എന്ന്. ഇതിൻ്റെ ഫേസർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ വോൾട്ടേജിൻ്റെ ആണിത്, ഇത് കറണ്ട് ലാഗ് ചെയ്യുകയെന്നറിയാം. നമുക്കറിയാം π/2ലാണ് കറണ്ട് ലാഗ് ചെയ്യുക. ഇവിടെ ഒമേഗ ടി വരും, ഇവിടെ എത്ര ലാഗ് ചെയ്യുന്നു നമ്മൾ എഴുതുക, ഒമേഗ ടി മൈനസ് π/2 അതിനാണ് ലാഗ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ഇവിടെ ഇത്രയും 90. അപ്പോൾ അങ്ങനെ വരും. ഇതാണ് കറണ്ടിൻ്റെ പീക്ക് വാല്യൂ. അപ്പോൾ അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് I0 കൊടുക്കുക. ഇതാണ് വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ, എക്സ്റ്റെൻഡ് ചെയ്ത് V0 കൊടുക്കുക. ഇത്രയേ ഉള്ളിയുടെ ഗ്രാഫാണ്. അപ്പോൾ വോൾട്ടേജാണ് ഇതിൽ ലീഡ് ചെയ്യുക. അപ്പം ഇത് പീക്ക് വാല്യൂ ആവേണ്ട 90യുടെ അവിടെ പീക്ക് വാല്യൂ ആവണം, ദെൻ 270യുടെ അവിടെ പീക്ക് വാല്യൂ ആയി പോകണം. ഇവിടെ ഒരു പീക്ക് വാല്യൂ നമുക്ക് കിട്ടണം, ഇവിടെയും ഒരു പീക്ക് വാല്യൂ നമുക്ക് കിട്ടണം. ഇതാണ് വോൾട്ടേജിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു മൊത്തത്തിൽ ഉള്ള, അതായത് അതിൻ്റെ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജാണ് V0. ഞാൻ പറഞ്ഞാൽ 90യുടെ അവിടെ അത് മാക്സിമം എത്തണം. ഇനി കറണ്ട് ഇതിൽ നമുക്ക് ലാഗ് ചെയ്യുന്നേക്കുവാന്നറിയാം. അതുകൊണ്ട് തന്നെ താഴേന്ന് വേണം കറണ്ട് തുടങ്ങാൻ. I ഇവിടെ നിന്നാണ് തുടങ്ങാം. 90യിലൂടെ പാസ് ചെയ്ത് 180യുടെ അവിടെ ഒരു പീക്ക് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ 270യിലൂടെ ഇങ്ങനെ പോയിട്ട് 360യുടെ അവിടെ ഒരു പീക്ക് വാല്യൂ പോലെ വരുന്നുണ്ട്. ഇത് ഇങ്ങോട്ട് ഒമേഗ ടി ആണ്,
V0. ഇത് കറണ്ടിൻ്റെ എന്താണ് നമുക്കിവിടെ നമുക്ക് മേപ്പോട്ട് V എന്നും താപ്പോട്ട് I എന്നും കൊടുക്കാം. താങ്ക് യു.